കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. ഈ പാട്ട് 91-ലാണ് പുറത്തിറങ്ങുന്നത്. അതും കമലഹാസനും ജാനകിയമ്മയും ഒരുമിച്ച് പാടിയ പാട്ട്. വമ്പൻ ഹിറ്റായിരുന്നു. അന്നോളം ഇന്നോളം ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന പാട്ടാണത്. താജ്മഹൽ പോലെ പ്രണയത്തിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് ആ പാട്ടിനെ ഇന്നും അന്നും എന്നും ആൾക്കാർ കാണുന്നത്. പക്ഷേ ഇന്ന് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലൂടെ ആ പാട്ടിൻ്റെ ഇമോഷണൽ വിവർത്തനം മറ്റൊന്നായി മാറിയിരിക്കുകയാണ്. സുഹൃത്ബന്ധത്തിൻ്റെ അതിജീവനത്തിൻ്റെ വലിയൊരു കഥ. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാനത്. കൊച്ചിയിലെ മഞ്ഞുമ്മലിൽ നിന്ന് കുറച്ച് കൂട്ടുകാർ ട്രിപ്പ് പോകുന്നു. എല്ലാവരും പോകുന്ന പോലെ കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നത്. പയ്യന്മാരായതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വഞ്ചറസും ഡേഞ്ചറസും ആയിരിക്കും ഈ ട്രിപ്പുകൾ. അപ്പോൾ അവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്ന് ഗുണ കേവാണ്. കമലഹാസൻ്റെ ഗുണ എന്ന സിനിമ ചിത്രീകരിച്ച സ്ഥലം. അവിടെ കാണാനായിട്ട് നമ്മുടെ ഈ പയ്യന്മാർ പോകുന്നു. അതിൽ അബദ്ധത്തിൽ അപ്രതീക്ഷിതമായി സുഭാഷ് എന്ന പയ്യൻ ആ കൊക്കയിലേക്ക് വീഴുന്നു. കൊക്കയിൽ പ്രത്യേകതയുണ്ട്. വീണ ആരും തന്നെ തിരിച്ച് ജീവനോടെ വന്നിട്ടില്ല. പിന്നീട് എന്ത് സംഭവിക്കുന്നു? വീണ ആ കൂട്ടുകാരൻ സംഭവിക്കുന്നു. കൂടെ വന്നവരെന്ത് ചെയ്യുന്നു? അതാണ് ഈ സിനിമ. മഞ്ഞുമ്മൽ 2005 നടന്നൊരു സംഭവത്തെ ആധാരമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ മാളൂട്ടി എന്ന സിനിമയായിരുന്നു എനിക്ക് ഇതേവരെ മലയാളത്തിലെ ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലർ തോന്നിയിരുന്നത്. എന്നാൽ ഇന്നത് മാറുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് ആണത്. ഒരു സർവൈവൽ ത്രില്ലറിനെ ഏറ്റവും കൂടുതൽ ആകർഷിതമാക്കുന്നത് പ്രേക്ഷകനുണ്ടാകുന്ന ഇമോഷണൽ ബോണ്ടേജ് ആണ്. കഥാപാത്രങ്ങളുള്ള അടുപ്പം, അവർ തമ്മിലുള്ള ചെറിയ വഴക്കുകളും ചെറിയ ബന്ധങ്ങളും, സർവൈവൽ ഒരു ചോദ്യചിഹ്നമാകുന്ന സംഭവത്തിൻ്റെ ആഴം, വലിപ്പം, ആഘാതം, അതിൽ നിന്നൊക്കെ കരകയറുന്ന രീതി, ഇതെല്ലാമാണ് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത്. ഇത്രയും കാര്യങ്ങളിൽ 100-ൽ 100 മാർക്കാണ് മഞ്ഞുമ്മൽ ബോയ്സിന്. ഏറ്റവും ആദ്യം കൈയടിക്കേണ്ടത് ജാനേമൻ പോലൊരു വമ്പൻ ഹിറ്റിന് ശേഷം ഇത്തരത്തിലൊരു പ്രമേയമേ വിഷയമാക്കി ഗംഭീര സിനിമയാക്കിയ ചിദംബരത്തിനാണ്. രണ്ടാമത് കൈയടിക്കാൻ പോകുന്നത് ഷൈജു ഖാലിദ് എന്ന ബ്രാൻഡിനാണ്. കാരണം അത്രത്തോളം മനോഹരമായി കൊടൈക്കനാലിനെ, പിന്നീട് നടക്കുന്ന പ്രശ്നങ്ങളെ, സംഭവത്തെ, വീഴ്ചയുടെ ആഘാതത്തെ എല്ലാം അതിമനോഹരമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. പല മൊമെൻറ്റും ഗൂസ് ബംസ് വരുന്നത് വിവേക് ഹർഷൻ എന്ന എഡിറ്ററുടെ ഒറ്റ മിടുക്കുകൊണ്ടാണ്. സുഷിൻ ശ്യാം എന്നൊരു ബ്രാൻഡുണ്ട് മലയാളത്തിൽ. അനിരുദ്ധ് രവിചന്ദ്രയെ പോലെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസീഷ്യൻ. അയാളുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് പടത്തിൽ. പടത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായ മൊമെൻറ്റിൽ ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ട്. ഗൂസ് ബംസ് തരുന്ന, കണ്ണ് നിറയിക്കുന്ന ഗംഭീര ഒരു സാധനം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹാൻസ് സിമ്മർ ലെവലിലൊരു ഐറ്റം. അതുപോലെ തന്നെ പടത്തിനൊരു ഇൻ്റർവ്യൂവിൽ ക്യാമറാമാൻ ഷൈജു ഖാലിദ് ആർട്ട് ഡയറക്ടറായ അജയൻ ചാലിശ്ശേരി വിശേഷിപ്പിച്ചത് അൺസങ് ഹീറോ എന്നാണ്. 100% സത്യമാണ്. അജയൻ ചാലിശ്ശേരി എന്ന ആർട്ട് ഡയറക്ടറുടെ കഴിവ് എല്ലായിടത്തും പടത്തിൽ മുഴുവൻ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശ്രീനാഥ് ഭാസി, സൗബിൻ ഷാഹിർ രണ്ടുപേരുടെയും കഴിഞ്ഞൊരു 5 വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒന്നും ചോദ്യം ചെയ്യാനില്ല. ഒരുപാട് പേര് നന്നായി അഭിനയിക്കുന്നുണ്ടെങ്കിലും, നന്നായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് 2 പേരുടെ പേര് ഞാൻ എടുത്തു പറയും. ഒന്ന്, കാർ ഡ്രൈവർ പ്രസാദായിട്ട് വന്ന ഖാലിദ് റഹ്മാൻ. സംവിധായകനായ ഖാലിദ് റഹ്മാൻ ഇത്ര നീറ്റായിട്ട് വെടിപ്പായിട്ട് റോള് ചെയ്യാൻ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. 2, ജീൻ പോൾ ലാൽ. ഇതിനു മുമ്പ് ചെറിയ ചെറിയ വില്ലൻ വേഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പുള്ളി അടിപൊളിയായിട്ട്, ശരിക്കും നല്ല മജയായിട്ട്, നല്ല വൈബായിട്ട് അഭിനയിക്കുന്നൊരു പടം ഇതായിരിക്കും. തുടക്കത്തിലൊരു 20 മിനിറ്റ് ഒരു നൊസ്റ്റാൾജിക് മൊമെൻ്റാണ്. ഒരു നാട്, അവിടുത്തെ കുറച്ച് പയ്യന്മാർ, അവരുടെ ഒരു ക്ലബ്ബ്, അവരൊരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പോകുന്നൊരു ട്രിപ്പ്, ഇതെല്ലാം നമ്മളെല്ലാം അനുഭവിച്ചായിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ള അവർ കൊടൈക്കനാൽ വന്നതിന് ശേഷമുള്ള ഓരോ മൊമെൻറ്റുകളും ശരിക്കും ഈ ഉദ്വേഗജനകം എന്നൊക്കെ ഡിറ്റക്റ്റീവ് നോവലിൽ പറയുന്ന ആ കറക്റ്റ് വാക്കാണ് പിന്നീട് സംഭവിച്ചിരിക്കുന്നത്. തിയേറ്ററിലിരുന്ന് പടം കാണുന്ന പ്രേക്ഷകനെ കൊണ്ട് അയ്യോ എന്ന് നിലവിളിപ്പിക്കുന്ന, തലയിൽ കൈവെപ്പിക്കുന്ന, ചിലപ്പോഴൊക്കെ കണ്ണടയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന, ഏറ്റവും അവസാനം കണ്ണ് നനയിക്കുന്ന ഗംഭീര ചിത്രങ്ങളിലൊന്നാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഒരുപക്ഷേ മലയാള സിനിമയിൽ ഇത്രയും മികച്ചൊരു ഫെബ്രുവരി മാസം ഉണ്ടായി കാണാൻ യാതൊരു സാധ്യതയുമില്ല. പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രമേയം, ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സും. എന്തുകൊണ്ടും സമ്പന്നമാണ് ഇക്കൊല്ലം മലയാള സിനിമ.